ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഗൾഫുകാരി എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സന്ധ്യച്ചി എന്നോട് പറഞ്ഞു, നീ കുറച്ചു നേരം ഈ കട്ടലിലിരിക്കെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സന്ധ്യച്ചി അത് പറഞ്ഞുകൊണ്ട് ആ ബാഗിൽ നിന്നും തോർത്തെടുത്ത് പോകുന്ന സമയത്ത് അമ്മ അപ്പുറത്ത് ഉറങ്ങാൻ കിടന്നിരുന്നു. സന്ധ്യച്ചി കുളിക്കാൻ കയറി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, എന്തിനായിരിക്കും സന്ധ്യച്ചി ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഏതായാലും സന്ധ്യച്ചി കുളിക്കാൻ പോയതല്ലേ, ഏതായാലും കുളി കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചിയുടെ ബാഗിലുണ്ടായിരുന്ന ഒരു ചെറിയ പുസ്തകം ഞാൻ കയ്യിലെടുത്തു. അതിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ എന്തോ ഒരു രസം പോലെ, എന്തോ ഒരു പ്രണയം, ഒരു നൊമ്പരം എല്ലാം ഉണ്ടായ ഒരു പുസ്തകം. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ബാത്റൂമിന്റെ ഡോറിന്റെ കുറ്റി തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് സന്ധ്യച്ചിയുടെ കൊലുസിട്ട പാദങ്ങളിലെ നനവുള്ള കാലുകളിൽ നിന്നും ആ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് ആ ഒരു രീതിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു റൂമിൽ നിറച്ചും വെള്ളം തെറിക്കുന്നുണ്ട്. കുളി കഴിഞ്ഞ് പുത്തനെടുപ്പിട്ട് സന്ധ്യച്ചി മെല്ലെ മെല്ലെ നടന്ന് എൻ്റെ അരികിലേക്ക് വന്നു. ആ ഒരു സമയം എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം ബാഗിലിരുന്ന ഒരു കുഞ്ഞ് സ്പ്രേ എടുത്തിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ഒറ്റയടി. പെട്ടെന്ന് വല്ലാത്തൊരു ഗന്ധം ആ മുറിയാകെ പരന്നു. ആ സമയം തന്നെ സന്ധ്യ ചേച്ചി എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടാ സ്പ്രേയും കാര്യങ്ങളൊക്കെ? ആ ചേച്ചി, നല്ല മണമുണ്ട് മുറിക്കകത്തെല്ലാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഇത് ഇച്ചിരി കൂടിയ സ്പ്രേ ആണ്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണം കുറേ നേരം ഇങ്ങനെ നിൽക്കും. അതാ ഞാനിങ്ങനെ വാങ്ങിച്ചത് എന്ന് മാത്രം സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു. ശരിയാണ്, ചേച്ചി നേരത്തെ അടിച്ച സ്പ്രേയുടെ സ്മെല്ലാണ്. പക്ഷേ ഇപ്പോഴും അത് പോയിട്ടില്ല. മുറിക്കകത്താകെ അങ്ങനെ തട്ടി തട്ടി നിൽക്കുന്നു. എന്തോ സന്ധ്യ ചേച്ചിയുടെ മണം പോലെ ആ ഫീൽ എനിക്ക് തോന്നി തുടങ്ങി. ആ നിമിഷം സന്ധ്യ ചേച്ചി എൻ്റെ തൊട്ടരികിലായി വന്നിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ എന്നെ ഇവിടെ പിടിച്ചെടുത്തേക്കുന്നേ? എനിക്ക് ഉറങ്ങിയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. എന്താ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, കുറെ കാലം കൂടി നിന്നെ കാണുകയല്ലേ. പണ്ടാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇട്ടിങ്ങനെ കളിയാക്കുമായിരുന്നു, കൊച്ചിറക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നീ ഇപ്പൊ ഒത്തിരി വലുതായിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ അത് ആലോചിച്ചായിരുന്നു, നീയൊക്കെ ഒരുപാട് മുട്ടനായി കാണുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി പോയ സമയത്ത് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കായിരുന്നു. പിന്നെ ഞാനങ്ങനെ കൊച്ചുകുട്ടിയാവും എന്ന് തന്നെ ഞാൻ സന്ധ്യച്ചയോട് ചോദിച്ചു. അല്ല, ഞാൻ ചുമ്മാതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കെന്താ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഫീലായതോ എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, ചോദിച്ച സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സന്ധ്യ ചേച്ചി ഒന്ന് പൊട്ടിച്ചിരിച്ചു. നിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ എൻ്റെ കുട്ട എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി കാല് കട്ടിലിൽ താഴെ വെച്ചിരുന്നത് ഒന്നെടുത്ത് മേലോട്ട് വെച്ചു. ആ സമയത്ത് ഞാൻ സന്ധ്യ ചേച്ചിയോട് ചോദിച്ചു, ഇതെന്താ കാലിങ്ങനെ നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അത് പിന്നെ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നനയത്തില്ലേ എന്ന് മാത്രം സന്ധ്യ ചേച്ചി മറുപടി തന്നു. അപ്പൊ തന്നെ എനിക്ക് ചിരി വന്നു. ചേച്ചി ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ കണക്കാണല്ലേ, കാല് ഒന്ന് തുടച്ചിട്ട് വന്നൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചീനെ പറഞ്ഞു, നനഞ്ഞിരിക്കുന്നവരാടാ സുഖം, അതിന് ഒരു ചെറിയ തണുപ്പ് കിട്ടും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഫീല് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മാത്രം സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വീണ്ടും സന്ധ്യ ചേച്ചിട്ട് ചോദിച്ചു, എന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നേ, ഞാൻ പോകത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ സന്ധ്യ ചേച്ചി മറുപടി പറഞ്ഞു, നമുക്ക് ഇന്നൊരു കളി കളിക്കാം. അത് അന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കളിച്ചത് ഓർമ്മയുണ്ടോ? ഒരു സ്നേക്ക് ആൻഡ് ലാഡർ, അതുപോലൊരു കളിയാണ് അത്. അങ്ങനെയുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയായിരിക്കും എന്ന് മാത്രം സന്ധ്യ ചേച്ചി പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഇരുന്നിട്ടാണോ ഇതൊക്കെ എന്ന് ഞാൻ സ്വയം പറഞ്ഞു. പക്ഷേ സന്ധ്യ ചേച്ചി ആളൊരുപാട് ആഗ്രഹിച്ചതല്ലേ, പിന്നെ ഞാനത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല. സന്ധ്യ ചേച്ചിയുടെ ഒരു കൂറ് അമ്മച്ചിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കളിച്ചാലും അമ്മച്ചി ഒന്നും പറയില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സന്ധ്യ ചേച്ചി
ആ ബോർഡ് എടുത്തുകൊണ്ട് വന്നു. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമേ അല്ല. എന്നിട്ടും അവരതെടുത്ത് വെച്ച് ഫ്രണ്ടിലേക്ക് വെച്ചു, ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചു. സ്നേക്ക് ആൻഡ് ലാഡർ അതാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നെങ്കിൽ തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിത് വേണം, നമുക്കിത് കളിക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. എടാ, ഒരു കളി മാത്രം, ഒന്ന് മാത്രം നോക്കിയാൽ മതി, പിന്നെ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് മാത്രം സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പം തന്നെ നേരെ ഉരുട്ടി 10-11 മണിയായിരുന്നു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി ആ ലൈറ്റ് ഓഫ് ചെയ്തു. ശേഷം ഒരു മെഴുകുതിരി മാത്രം കത്തിച്ച് റൂമിൽ വെച്ചു. ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്തേ? പണ്ടൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ ആ ഒരു വെളിച്ചത്തിലല്ലേ ഇങ്ങനെയുള്ള സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മെഴുകുതിരി മതി, അതാണ് അടിപൊളി എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ചേച്ചി വേറെ ഒരു കാര്യം കൂടെ ചെയ്തു. എൻ്റെ റൂമിൻ്റെ ജനലും കൂടെ തുറന്നിട്ടു. അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, അയ്യോ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ പറ്റില്ലേ? എടാ പൊട്ട, മെഴുകുതിരി വട്ടത്തിൽ എങ്ങനെയാ കാണാൻ പറ്റുക? അതുകൊണ്ടല്ലേ ഞാൻ ഈ മെഴുകുതിരി മാത്രം കത്തിച്ച് വെച്ചേ. പിന്നെ ആ ഒരു ആംബിയൻസും പിന്നെ ആ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ജനൽ തുറന്നിട്ടേക്കുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് സന്ധ്യ ചേച്ചി എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ ഇങ്ങനെ കൊല്ലും കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത്, ഉവ്വ നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ എൻ്റെ കുട്ട, നീ ഇങ്ങനെ ഓരോന്നുണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ ചേച്ചി എൻ്റെ തോളിലൊന്ന് തട്ടി. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ ചേച്ചിയായിരുന്നു ഫസ്റ്റ്. അങ്ങനെ ചേച്ചി ഡൗൺ ആയിപ്പോയ സമയത്ത് ഞാൻ കയറി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാനാണ് കേട്ടോ വിജയിച്ചത്. അപ്പം തന്നെ ഞാൻ വിജയാഹ്ലാദത്തിൽ ഒന്ന് കൂടി ആ ഒരു രീതിയിൽ എണീറ്റ് നിന്ന് ഒന്ന് ആഹ്ലാദിച്ചു. പക്ഷേ ചേച്ചിക്ക് അതൊന്നും പിടിക്കുന്നില്ലായിരുന്നു. ചേച്ചിക്ക് കിട്ടേണ്ട ആ ഒരു സംഭവം കയ്യിൽ നിന്ന് പോകുമ്പോൾ പണ്ട് മുതലേ ഉള്ളതാ സന്ധ്യ ചേച്ചിക്ക് ഇങ്ങനെ ഒരു കൊച്ചുമുന്നായ്മയൊക്കെ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ തന്നെ ആഹ്ലാദിച്ചുകൊണ്ട് ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി തോറ്റുപോയി കേട്ടോ, ഞാനായി ജയിച്ചത് എന്ന് പറയുമ്പോൾ സന്ധ്യ ചേച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും ഒരു ദേഷ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും മാത്രം കഴിഞ്ഞ സമയത്ത് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വീഴും ഉറങ്ങാനായിട്ട്. അതിപ്പം എവിടെയാണെങ്കിലും ശരി തന്നെ. പെട്ടെന്ന് തന്നെ ഞാൻ സന്ധ്യ ചേച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം തന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ദേഷ്യത്തോടെ, നീ ഇപ്പം ഒന്നും പോകാനില്ല, ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോയാൽ മതി. ആദ്യം നീ എന്നെ തോപ്പിച്ചില്ലേ, അപ്പം എനിക്ക് അതിനെ പ്രതികാരം ചെയ്യണം, അപ്പം നീ ഒന്നുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി എന്നെ പിടിച്ചു നിർത്തി. അപ്പം തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വെറുതെ പിടിച്ചു നിർത്തി. കാരണം ഏതൊരു മനുഷ്യനും ഉറക്കം താങ്ങി നിൽക്കുമ്പോൾ ആ ഒരു ദേഷ്യം എപ്പോഴായാലും വരുമല്ലോ. അതുപോലെ തന്നെ അങ്ങനെ സന്ധ്യ ചേച്ചിയെടുത്ത് കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കളി കൊണ്ട് തുടങ്ങി. അപ്പോഴാണെങ്കിൽ എൻ്റെ ആ ഒരു കരുക്കൾ എല്ലാം അലസമായി വീണുകൊണ്ടേയിരുന്നു. എനിക്കാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി ആ ബോർഡിലേക്ക് വീഴും എന്ന സ്ഥിതിയായിരുന്നു. അപ്പം തന്നെ സന്ധ്യ ചേച്ചി എൻ്റെ കാലുകളിൽ ഒറ്റ തട്ട് തന്നു, ഒരു ചെറിയ അടി പോലെ നിന്ന പോലെ. പെട്ടെന്ന് ആ അടി കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് തൂത്തട്ട് എണീറ്റു. കളിക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് സന്ധ്യ ചേച്ചി എന്നെ നിർബന്ധിച്ചു. ഞാൻ വീണ്ടും ഓരോന്നിട്ട് പക്ഷേ അലസമായിട്ട് കിടന്ന് ഞാൻ പതുക്കെ പതുക്കെ കണ്ണുകളടച്ചങ്ങനെ കിടന്നു. അപ്പം തന്നെ സന്ധ്യ ചേച്ചി പറഞ്ഞു, ഇതെന്തോ ഉറക്കമാണ് എൻ്റെ കുട്ട. ഞാൻ മെല്ലെ മെല്ലെ ആ ഒരു ബെഡിലേക്ക് ചാഞ്ഞ് പതുക്കെ ആ തലയണ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ആ നിമിഷം സന്ധ്യ ചേച്ചി എൻ്റെ അരികിൽ വന്നിട്ട്, എടാ എഴുന്നേക്കടാ എന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. കാരണം അടുത്ത അവിടെ കിടക്കേണ്ടത് സന്ധ്യ ചേച്ചി മാത്രമായിരുന്നു. അതിൻ്റേതായ ഒരു കാര്യങ്ങളെല്ലാം സന്ധ്യ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചി നീ എന്ത് ചെയ്യും എന്നുള്ള വെപ്രാളമായിരിക്കാം. പക്ഷേ എനിക്കാണെങ്കിൽ എണീക്കാൻ തോന്നിയില്ല. ഞാൻ ആ കട്ടിലിൽ തന്നെ കിടന്നു. അപ്പോഴും സന്ധ്യ ചേച്ചി എന്നെ പിടിച്ച് പൊക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ഞാൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരിക്കൽ 2 പേര് പൊക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. അങ്ങനെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ കിടന്നു. പെട്ടെന്ന് തന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല പണിയാണ് കാണിക്കുന്നത്, ഒന്ന് എഴുന്നേക്കെൻ്റെ കുഞ്ഞെ, എനിക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് പറഞ്ഞ് സന്ധ്യച്ചി ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു കുലുക്കമില്ലാതെ അങ്ങനെ കിടന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പതുക്കെ എഴുന്നേൽക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങിപ്പോയി. പക്ഷേ ഉറക്കം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സന്ധ്യച്ചേച്ചി ആ ഒരു താഴെ മാറി കിടക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ സന്ധ്യച്ചേച്ചി വിളിച്ചു, ചേച്ചി മേളിൽ കയറി കിടന്നു, ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് സന്ധ്യച്ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് സന്ധ്യച്ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അനക്കം ഉണ്ടായിരുന്നില്ല. ചേച്ചിയും നല്ല കണ്ണടച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ആ നിമിഷം സന്ധ്യച്ചേച്ചിയെ ഞാൻ വീണ്ടും വീണ്ടും ഒന്ന് കുലുക്കി വിളിച്ചു. സന്ധ്യച്ചേച്ചിക്ക് ആദ്യം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സ്ഥലത്ത് ഞാൻ വന്ന് കിടന്നതേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിളിക്കുന്നതും ഉറക്കത്തിലല്ലേ, അതിൻ്റെതായ ഉറക്കപ്പിശകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ സന്ധ്യച്ചേച്ചിയെ പിടിച്ച് വലിച്ചു താഴെ നിന്നും. അങ്ങനെ പൊക്കിയെടുത്ത് സന്ധ്യച്ചേച്ചിയെ ബെഡിലേക്ക് കൊണ്ടു കിടത്തി. ഒന്ന് നേരെ കയറി കിടക്കുക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് തള്ളി നീക്കി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ബോധപ്പെടുത്ത് സന്ധ്യച്ചേച്ചി കൊടുത്തു. പാവം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ കുറ്റബോധം പോലെ തോന്നി. ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. കാരണം സന്ധ്യച്ചേച്ചി കിടക്കാനുള്ളതായിരുന്നല്ലോ. ചേച്ചി ഗൾഫുകാരി, അവിടെ നിന്നും വന്ന് താഴെ കിടന്നുറങ്ങുന്നു എന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പം തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി എൻ്റെ റൂമിലേക്ക് പോയി. സന്ധ്യച്ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്താകും എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. താഴെ കിടന്നാൽ പനി പിടിക്കുന്ന ആളാണ് സന്ധ്യച്ചേച്ചി. ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ റൂമിലോട്ട് പോയിട്ടും എനിക്ക് അവളോട്ട് ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു എൻ്റെ റൂമിലേക്ക് തന്നെ. ചായപ്പിലെ റൂം ഇപ്പോഴും അവിടെ ലൈറ്റ് ഓണായി കിടക്കുകയാണ്. അപ്പോൾ തന്നെ എൻ്റെ റൂമിലേക്ക് വന്നതിന് ശേഷം സന്ധ്യച്ചേച്ചി കിടക്കുന്ന ഒരു നിമിഷം നോക്കി നിന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ പോലും നല്ല സുന്ദരിയായിട്ടാണ് കിടക്കാറ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രാത്രിയിൽ ചെറിയ ചെറിയ മേക്കപ്പും പൊടികളും അതൊക്കെ വാരിത്തേക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഗൾഫിലെ ശീലങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്ന് കട്ടിൽ ചെന്നിരുന്നു. ശേഷം സന്ധ്യച്ചേച്ചിയെ ഒന്ന് കൊട്ടി വിളിക്കാനായി ശ്രമിച്ചു. അപ്പം തന്നെ സന്ധ്യച്ചേച്ചി പറഞ്ഞു, എടാ ഉറങ്ങട്ടെ ഞാൻ എന്ന് മാത്രം പറയുമ്പോൾ ഞാൻ സന്ധ്യച്ചേച്ചിയോടായിട്ട് പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ സന്ധ്യച്ചേച്ചി ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ എന്തൊക്കെയോ പിശുമ്പേ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ ചെവി ഞാൻ അവിടേക്ക് കുറിപ്പിച്ച് വെച്ചു, എന്താണ് സന്ധ്യച്ചേച്ചി പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ സന്ധ്യച്ചേച്ചി ഒന്ന് പതുക്കെ ഒരു ഉറക്കെ പറഞ്ഞു, എടാ എൻ്റെ കാല് വേദനിക്കുന്നു, രാവിലെ അങ്ങനെ നിന്നേൻ്റെ നടന്നതിൻ്റെയാണെന്ന് തോന്നുന്നു എന്ന് മാത്രം ഒരു ഉറക്കപ്പിച്ച് എന്ന പോലെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ചേച്ചിയുടെ ഏത് കാലാണ് വേദനിക്കുന്നത്, വലത് കാലാണോ ഇടത് കാലാണോ? ചേച്ചി പെട്ടെന്ന് ഒരു ഉറക്കപ്പിച്ചയിൽ തന്നെ വല വല വലത് എന്ന് മാത്രം പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി വലത് കാലാണ് ചേച്ചിയുടെ വേദനിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ആ കാൽവിരലുകൾ ഒന്ന് ഒടിച്ചതിന് ശേഷം പതുക്കെ അത് നന്നായിട്ട് തിരുമ്മാൻ തുടങ്ങി. ചേച്ചി അപ്പോൾ ചുണ്ട് മടക്കി കുത്തി വേദന എന്ന പോലെ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഒന്നുമില്ല ചേച്ചി, പതുക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കാലിലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തിരുമ്മി. തള്ളവിരലും പിന്നെ ചൂണ്ടുവിരലും കൊണ്ട് തിരുമ്മിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെറിയ വേദന എന്തൊക്കെയായാലും മനുഷ്യന്മാർക്ക് വരും. പക്ഷേ രോഗം മാറണ്ടേ, അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം. സന്ധ്യച്ചേച്ചിയുടെ കാലിൽ നല്ല തണുപ്പുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, നനഞ്ഞ് കയറി വന്നിട്ട് ഒറ്റ കിടത്തില്ലായിരുന്നോ, അതാവുമ്പോൾ അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സന്ധ്യച്ചേച്ചി ഒന്നുകൂടെ വിളിച്ചു. അപ്പോൾ തന്നെ കാലിൻ്റെ വേദന വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും കാല് തടവി. ആ നഖങ്ങൾക്കിടയിൽ കൂടി
പതുക്കെ പതുക്കെ ഒന്ന് കുടഞ്ഞെടുത്തു. അപ്പം തന്നെ പലരുടെയും വേദന പങ്ക കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പം തന്നെ ഞാൻ വീണ്ടും വീണ്ടും കാല് നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ വേദന മാറിയിട്ടുണ്ട്, മതി ഇനിയിപ്പം എന്ന് തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ സന്ധി ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഇല്ല നീ കുറച്ച് നേരം കൂടി ഇരിക്കേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി. എന്തിനാണോ എന്തോ എന്ന് ഞാൻ ചുമ്മാ ചിന്തിച്ച് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ദുരിതവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇവിടം വിട്ട് പോകണ്ട, ഇവിടൊക്കെ തന്നെ നിന്നാൽ മതി എന്ന് സന്ധി ചേച്ചി ഒറ്റ വാക്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി എന്താ ഇപ്പം തോന്നാൻ? ചേച്ചിക്ക് അങ്ങനെ പോകണ്ടെന്നുണ്ടെങ്കിൽ പോകണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി ഉറക്കപ്പിച്ചിലാണെന്ന് ഞാൻ സംശയിച്ചു പോയി. പക്ഷേ ചേച്ചി ഉറക്കപ്പിച്ചിലായിരുന്നില്ല. ചേച്ചി ഒറിജിനലായിട്ട് തന്നെ പറഞ്ഞായിരുന്നു, ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട, ഞാനില്ല ഇവിടെ കൂടെ, ചേച്ചി ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പം തന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വീണു. ചുണ്ടിലും പല്ലുകളും കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരി. അപ്പോൾ ചേച്ചി സ്വമേധയാ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചേച്ചി ചിരിക്കുന്ന സമയത്ത് ഇത്രയും ആകർഷണമായിട്ട് ഉറങ്ങുമ്പോൾ ചിരിക്കാറില്ല. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ആ ബെഡിൽ തന്നെ ഇരുന്നു ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി കട്ടിലേക്ക് വീഴാറായി നിൽക്കുന്ന സമയത്ത് സന്ധി ചേച്ചി എന്നോടായിട്ട് ചോദിച്ചു, എടാ കുട്ടാപ്പി, നിനക്കെന്താ ബോറടിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്നിട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ സന്ധി ചേച്ചിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മുഖത്ത് ചെറിയ മേക്കപ്പ് നടത്തിയിട്ടുണ്ട്, ചെറിയ പൗഡറോ കാര്യങ്ങളൊക്കെ വാരി പൂശിയിട്ടുണ്ട്. ചേച്ചി എപ്പോഴും ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണോ നൈറ്റ് അവിടെ ഇടാറ് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിനെ പറഞ്ഞു, ആ അതെ, നമ്മുടെ ഈ കുഗ്രാമത്തിലല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സ്വാതന്ത്ര്യമില്ലാത്തത്. പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എനിക്കൊരു കൗതുകം എന്ന പോലെ തോന്നി. അവിടെ അറബി സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താ ഇടാറ്? അപ്പോൾ ചേച്ചീനെ പറഞ്ഞു, അവരെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇടാറ്. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അന്ന് പറയുന്ന സമയത്ത് എനിക്കും ആ നാട്ടിലേക്കൊന്ന് പോകാൻ ഒരു കൊതി തോന്നി. ചേച്ചി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അത് കൊണ്ടുപോകുന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഒരു ജോലിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സമ്മതിക്കും, ചേച്ചിക്കൊരു കൂട്ടുപോവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ചേച്ചി എന്നെ ഒന്ന് തട്ടി വിളിച്ചിട്ട്, എന്താ നീ ആലോചിക്കുന്നേ? പെട്ടെന്ന് ഞാൻ ആ ഒരു സമയത്ത് ഒന്നല്പം നീങ്ങിയിരുന്നു. ശേഷം ചേച്ചി അടുത്തായിട്ട് പറഞ്ഞു, ഞാൻ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചിക്കൊരു കൂട്ടാവില്ലേ, അപ്പം അത് തന്നെയല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ സന്ധി ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, അങ്ങോട്ടൊന്നും വന്നേക്കല്ലേ, ഞാനോ പെട്ടു, ഇനി നീയും കൂടെ വന്ന് പെടണ്ട എന്ന് മാത്രം ചേച്ചി പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ കല്യാണം പിന്നെ ഈ പറയുന്ന പോലെ ഗൾഫ് അതൊന്നും നല്ലതല്ല എൻ്റെ കുഞ്ഞെ. അതൊക്കെ ഓരോ ദുരിതം പിടിച്ച കേസുകെട്ടുകളാണ്. അതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പോലുള്ള ഗതിയായിരിക്കും എന്ന് ഓപ്പണായിട്ട് തന്നെ സന്ധി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്ധി ചേച്ചിയോട് കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം തന്നെ രാത്രി ആ ഒരു സമയത്ത് ചേച്ചി എനിക്കായിട്ട് പറഞ്ഞു, ഞാനാണെങ്കിൽ നിനക്ക് വിസയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തു തരാം, പക്ഷേ നീ കൂടെ അവിടെ ഒന്ന് കഷ്ടപ്പെടണ്ട, പിന്നെ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടൊക്കെ വാ, എൻജോയ് ചെയ്തിട്ട് നിനക്ക് ഇങ്ങോട്ട് പോരാലോ, അല്ലാതെ നീ അവിടെ ഒന്ന് ജോലി ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹാപ്പിനെസ് കിട്ടത്തില്ല എന്ന് മാത്രം സന്ദേശിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി പറഞ്ഞതിനും കാര്യമുണ്ട് എന്നെനിക്ക് തോന്നി. വെറുതെ പലയിടത്തും പോയി ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടേതായ ഇഷ്ടങ്ങൾ നോക്കിയാൽ മാത്രം പോരെ എന്നതിനെ ഞാൻ സ്വയം ചിന്തിച്ചു. അതായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത്. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
കഥ കേട്ട എല്ലാവർക്കും നന്ദി. അപ്പം ഇനിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതിൻ്റെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.